ചെങ്കോൽ എന്ന് പറയുന്ന സിനിമയുടെ ആ സിറ്റുവേഷനിലേക്ക് വരാം. എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടൊരു പാട്ട് ഉണ്ടാക്കിയില്ല, അതെങ്ങനെ രൂപപ്പെട്ടു വന്നു ആ പാട്ട്? അപ്പോൾ ഈ കണ്ണീർപ്പൂവിൻ്റെ ആയിട്ട് ബന്ധം ഉണ്ടാവരുതെന്ന് തോന്നിയിരുന്നത് ഈ കണ്ണീർപ്പൂവിൻ്റെ എന്ന് പറയുന്ന പാട്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അല്ല, ഈ സിറ്റുവേഷൻ ആപ്റ്റ് സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഈ കണ്ണീർപ്പൂവ് എന്ന് പറയുന്ന പാട്ട് അത്രമാത്രം പ്രേക്ഷക മനസ്സിലേക്ക് കയറിപ്പറ്റുകയും നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ചെയ്യുന്ന ചിത്രത്തിൽ വരുന്ന അതിനോട് സാമ്യമുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും മികച്ചൊരു പാട്ട് നമുക്ക് കൊടുക്കുകയും വേണം. അതായിരുന്നു ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. കാരണം എസ് എ സോങ് ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ സിറ്റുവേഷൻ ഓർമ്മ വരിക എന്നുള്ളൊരു ചില പടങ്ങളിൽ സംഭവിച്ച ഒരു പാട്ടും പടമാണിത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതിന് ഒപ്പത്തിനെങ്കിലും ഒപ്പം എത്തണം എന്നുള്ളത് ഞങ്ങളുടെ 3 പേരുടെ ആവശ്യം. അതെ, അങ്ങനെ ഒരു ഒരു ചാലഞ്ചായിരുന്നു അത്. പക്ഷെ ഇതിപ്പോൾ ഈ കണ്ണീർപ്പൂവിൽ നിന്ന് ഉണ്ടാക്കിയ പോലെ അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഗതിയല്ല, അതുകൊണ്ട് വിചിത്രമായിട്ടുണ്ടായതാണ്, സംഭവിച്ചു പോയത്. മധുരം ജീവാമൃതം. അതെ, കാരണം ഞാനിവിടെ മെഡ്രാസിലെ കമ്പോസിന് വേണ്ടി ഇങ്ങനെ ഞാൻ പോകുന്നു. സിബി മെഡ്രാസിലെ താമസം. അപ്പോൾ ഞാനും ജോൺസൺ കൊണ്ട് രാവിലെ കണ്ടപ്പോൾ ജോൺസൺ പറഞ്ഞു ഒരു ട്യൂൺ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ജോൺസൺ നേരത്തെ സിബിയുടെ തന്നെ ഒരു പടത്തിൽ അദ്ദേഹത്തിൽ ചെയ്തൊരു പാട്ടിൻ്റെ സ്കെയിലിൽ ഉണ്ടാക്കിയതാണ്. ആ പാട്ടായിട്ട് ഉപയോഗിക്കപ്പെട്ടില്ല. അറബിക് കഥയിലെ രാജകുമാരി എന്നൊരു പാട്ടാണ്. 4 വരെയായിട്ട് ഉപയോഗിക്കപ്പെട്ടുള്ളൂ, സദ്യത്തിൽ ഉപയോഗിച്ചുള്ളൂ. പിന്നെ അപ്പോൾ അതുകൊണ്ട് ജോൺസൺ നഷ്ടബോധമുണ്ട്. കാരണം അത് അങ്ങനെ ഒരു സ്കെയിലിൽ ഒരു സാധനം ഞാൻ വെറുതെ മനസ്സിലുണ്ടാക്കി വെച്ചത്. താനത് കേട്ട് നോക്കുന്നു, അങ്ങനെ കേൾപ്പിച്ചു. ഈ ട്യൂൺ കേട്ടോ ഞാൻ ഇത് ഇതിലുണ്ടെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ കൃത്യമായിട്ട് സിറ്റുവേഷൻ ഒന്നുമില്ല. ഈ സിറ്റുവേഷൻ ഒന്നും എനിക്കപ്പോൾ ഇല്ല. കഥയുടെ ഒരു ഏകദേശം ഒരു എന്താ ഒരു കല്ല് മാത്രമേ ഉള്ളൂ. ഇത്തരം കുറേ കഥാപാത്രങ്ങളുണ്ട്. അല്ല, ഈ കഥാപാത്രം അവസാനിക്കുന്നില്ല. ഈ കഥാപാത്രം വീഴുന്നിടത്താണ് ഇത് അവസാനിക്കുന്നത്. ഒരു റൗഡി എങ്ങനെ ഒടുങ്ങുന്നു എന്നുള്ളിടത്താണ് അവസാനിക്കുന്നത്. ഇനി എൻ്റെ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഒരു 10 കൊല്ലത്തിന് ശേഷമുള്ള ഒരു ജീവിതമാണ് ആവിഷ്കരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ചില സാമാന്യ ധാരണകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളിൽ ഇപ്പോഴത്തെ ജീവിതം എന്തായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. കൃത്യമായിട്ടുള്ളൊരു കഥാഘടനയില്ല. ഏതാണ്ടൊക്കെ ചില സിറ്റുവേഷൻ, ചില സന്ദർഭങ്ങളൊക്കെ അറിയാമെന്നല്ലോ. അപ്പോൾ ഇത് ഏതായാലും നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇതെടുക്കുന്നത്. പക്ഷേ ഞാനത് കേൾപ്പിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിൻ്റെ എൻ്റെ നമുക്കറിയാം. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്തായാലും തകർന്നു പോയ കുറേ ജീവിതങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. നിശ്ചയമായിട്ടുണ്ടാവും, ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ഈ പറഞ്ഞൊരു വെയിലത്തിൻ്റെ അപ്പോൾ അതിൽ എങ്ങനെയായാലും അതിൻ്റെ ഒരു പശ്ചാത്തലം വരുന്ന വിധത്തിലൊരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്കൊരു ധാരണ, ഒരു ഇൻഡ്യൂഷൻ. അതുകൊണ്ടാണ് ഞാൻ കേൾപ്പിച്ചത്. അപ്പോൾ അതേ സ്കെയിലിൽ ഒരു ഫുൾ പാട്ട് ചെയ്തിട്ട് എൻ്റെ വോയിസിൽ ഡിസ്റ്റൻസ് കേൾക്കുന്ന ഒരു 4 ലൈനെ അതിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആ പടത്തിൽ അത്രേ പറ്റും. അപ്പോൾ എനിക്ക് ആ സ്കെയിൽ ഇങ്ങനെ ഹോണ്ട് ചെയ്തിട്ട് അതിലൊന്നും അത് കേൾപ്പിക്കാൻ പറ്റാതെ പോയല്ലോ എന്നുള്ളൊരു നിരാശ. അപ്പോൾ അതിൽ നിന്ന് വേറെ ഒന്നും ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഇത്. അപ്പോൾ ഇത് ചുമ്മാ താന്ന് കേൾക്കണമെന്ന് പറഞ്ഞ് കേൾപ്പിച്ചാണ്. അപ്പോൾ ഇതങ്ങനെ ഒരു സിറ്റുവേഷനിലല്ല ഉപയോഗിച്ചേക്കുന്നത്. ഇത് ഈ ചിത്രത്തിൽ, ഈ ചെങ്കോൽ എന്ന ചിത്രത്തിൽ ഉടനീളം ഈ പാട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു 5-6 പ്രാവശ്യം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ശരി. അപ്പോൾ ഇയാളുടെ ജീവിതത്തിൻ്റെ, ഇയാളുടെ തകർന്നു പോയ മോഹങ്ങളുടെ ഒരു ആ മോഹങ്ങളെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴൊക്കെ ഈ പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ട്. അത് ഇയാൾ പാടുന്നതല്ലേ, ഏതോ ഒരു അജ്ഞാതനായ ഒരു ഗായകനാണ് പാടുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ്. അതിൻ്റെ ലിറിക്കാണ് അതിനേക്കാൾ വിചിത്രമായിട്ടുണ്ടായത്. ഇത് ലിറിക്സ് എഴുതാനായിട്ട് കൈതപ്പുറം വരുമ്പോൾ കൈതപ്പുറത്തിനോട് കൃത്യമായിട്ട് സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ? അതില്ല. എനിക്ക് മനസ്സിലാവുന്ന ട്യൂൺ കേൾക്കുമ്പോൾ ഇത് അയാളുടെ ഹൃദയവികാരങ്ങളുടെ ഒരു ആവിഷ്കാരമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ വീണ്ടും അവിടെ ഒരു വെയിലമുത്തിൻ്റെ പ്രശ്നമാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ട്യൂൺ കേൾക്കുമ്പോൾ മ്യൂസിഷ്യനായ റൈറ്ററിന് ഏകദേശം അറിയാം. അല്ല, മെലങ്കലി അയാൾക്ക് ഒരു ഐഡിയ ഇല്ലാന്ന് പറയല്ലോ, ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കണം. എവിടെയാണ് ഈ പാട്ട് ഇടാൻ പോകണമെന്ന് പാട്ട് ഇടാൻ പറ്റുമെന്ന് പറയണം. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ കൃത്യമായിട്ട് പറയാനില്ല. അത് ഞാൻ ചെയ്ത സൂത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുടിയനായ പുത്രൻ എന്ന ബാസാറിൻ്റെ നാടകമില്ലേ, ആ നാടകത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുക. കൈതപ്പുറം കണ്ടിട്ടില്ല ആ നാടകം. കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഈ കഥ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിലൊരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജൻ എന്ന റൗഡി തകർന്ന് തരിപ്പണമായിട്ട് ഇങ്ങനെ ഒരു വാസു എന്ന് പറയുന്ന ഒരാളുടെ ചാളയുടെ മുന്നിൽ ഇങ്ങനെ ഒരു കട്ടിലിൽ കിടക്കുക. അപ്പോൾ പണ്ട് ഇയാളിങ്ങനെ പ്രതാപിയായിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഇത് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നീ അവസാനം നീ ഓടയിൽ വീട് മരിക്കും എന്ന് പറഞ്ഞു വാസു. അപ്പോൾ പറഞ്ഞു അതിനൊന്നും ഇടവരില്ല, ഞാൻ ഈ കടാരി കണ്ടോ, അങ്ങനെ വന്നിട്ട് ഈ കടാരി കൊണ്ട് കുത്തി ഞാൻ ആത്മഹത്യ ചെയ്യും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
ഒരു ദിവസം ഇയാളുടെ കിടപ്പ് കണ്ട് ഈ വാസു ഈ കടാരി എടുത്ത് ഇയാളുടെ 2 കൈയും കാലും തല്ലി പിടിച്ചിട്ടേക്കുക. ഈ രാജൻ എന്ന കഥാനായകൻ്റെ ഈ കടാരി എടുത്ത് നെഞ്ചത്തേക്ക് വെച്ചു. നീ അന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നീ കുട്ടി ചാവും, ഇയാളുടെ കൈ അനക്കാൻ വയ്യ. അപ്പോൾ ഈ രാജൻ പറയുന്നൊരു സംഭാഷണമുണ്ട്. അത് ഏകദേശം എൻ്റെ രൂപം ഇങ്ങനെയാണ്. എടാ ഞാനിങ്ങനെ ഇവിടെ വന്നിങ്ങനെ കിടക്കണു നിൻ്റെ ആളുടെ മുന്നിൽ. നീ നിൻ്റെ പെങ്ങളും പോയി പുറത്ത് പോയി അധ്വാനിച്ച് കൊണ്ടുവരുന്നു. നിൻ്റെ പെങ്ങൾ ആ കാശ് കൊണ്ട് അരിയും കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നു. നിങ്ങൾ കപ്പ പുഴുങ്ങി തിന്നിട്ട് എനിക്ക് അരി വെച്ച് കഞ്ഞി വരുന്നു, എനിക്ക് മരുന്ന് വാങ്ങിത്തരുന്നു. ഇപ്പോഴാടാ സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നാണ് പാട്ട് ആരംഭിക്കുന്നത്. ഇപ്പോഴാണ് സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നീ പാട്ട് ആരംഭിക്കുകയാണ്. അതാണ് കൈതപ്പുറത്തിനുള്ള സിറ്റുവേഷൻ. അതുകൊണ്ടാണ് കൈതപ്പുറം മധുരം ജീവാമൃത ബിന്ദു എന്ന് പറഞ്ഞ് തുടങ്ങിയത്. എഴുതി വന്നപ്പോൾ ഈ സേതുമാധവൻ്റെ ഹൃദയവികാരങ്ങൾ തന്നെയായി ആ പാട്ടിൽ. അപ്പോൾ അത് പലപ്പോഴും ഇങ്ങനെ നമ്മൾ മനഃപൂർവ്വമായിട്ട് വിചാരിക്കാതെ സംഭവിക്കുന്നതാണ് പല കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ എഴുത്തിൽ ഈ പാട്ടെന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈ പാട്ടിങ്ങനെ കേട്ടാലും ഇങ്ങനെ കണ്ണ് നിറഞ്ഞറിഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെ പുതിയ ഇയാളുടെ ജീവിതത്തിൻ്റെ പുതിയ സന്ദർഭങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്.